അടുത്തത് റേഡിയസ് ഓഫ് കൺവേർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസും കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ n = 1 to infinity x raised to n by n factorial. സ്വാഭാവികമായിട്ടും നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് un = x raised to n by n factorial and un plus 1 = x raised to n plus 1 by n plus 1 factorial. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n tends to infinity മോഡുലസ് x un plus 1 by un plus 1 by un equal to limit n tends to infinity x raised to n plus 1 into n factorial by n plus 1 factorial into x raised to n. That is equal to x raised to n plus 1 പോകുമ്പോൾ ഇവിടെ x raised to 1 വരും. n ഫാക്ടോറിയലും n plus 1 ഫാക്ടോറിയലും പോകുമ്പോൾ ഇവിടെ n plus 1 എന്ന് എഴുതാം. കാരണം ഇതാണ് വലിയ ഫാക്ടോറിയൽ, അത് വെട്ടിപ്പോകുന്നു. Therefore limit n tends to infinity determinant modulus x by n plus 1 എന്ന് പറഞ്ഞു. modulus x by n plus 1 that is equal to limit n tends to infinity modulus 1 by n plus 1 into mod x എന്നാണ് വരിക. രണ്ട് മോഡുലസ് ആക്കി നിങ്ങൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by infinity എന്തായി മാറും? ഇറ്റ്സ് 0 ആയി മാറും. therefore 0 into mod x equal to എന്തെന്ന് വരും? 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 0 ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് ഏത് വിലയാണെങ്കിലും ഏത് വില വന്നാലും വാല്യൂ എന്ത് വന്നു കഴിഞ്ഞു? 0. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇത് കൺവേർജൻ്റ് ആയി. അപ്പം എക്സിന് ഏത് വില വരുന്നു എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. എക്സിന് ഏത് വില വന്നാലും 0 ഇൻറ്റു ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റിൽ 0 കിട്ടും. ദെർഫോർ ലെസ് ദാൻ 1 ആണ്. ഈ പവർ സീരീസ് കൺവേർജൻ്റ് ആവും. അപ്പോൾ നമുക്കറിയാം ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയായിരുന്നു എഴുതുക: -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. എക്സിൻ്റെ ഈ വിലകൾക്കാണ് കൺവേർജൻ്റ് ആവുക. അല്ലെങ്കിൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1, -1നും 1നും ഇടയ്ക്കാണ്. അതൊക്കെ എക്സിൻ്റെ വിലകളായിരുന്നു. ഇവിടെ എക്സിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് വില കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എക്സിന് ഏത് റേഞ്ച് ഓഫ് വാല്യൂ വന്നു, ഇപ്പോൾ x 1000 വന്നോട്ടെ, x 5000 വന്നോട്ടെ, x -10,000 വന്നോട്ടെ, 0 ഇൻറ്റു കിടക്കുന്നത് കൊണ്ട് എന്തായി പോകും? റേഷ്യോ ടെസ്റ്റിൽ തന്നെ അത് കൺവേർജൻ്റ് ആവും. എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് x, എല്ലാ വിലകൾക്കും ഫോർ ഓൾ വാല്യൂസ് ഓഫ് x ഈ സീരീസ് എന്താണ്? പവർ സീരീസ് കൺവേർജൻ്റ് ആണ്. ദ പവർ സീരീസ് ഈസ് കൺവേർജൻ്റ്. ദ പവർ സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ലൈൻ ഫുൾ എക്സ് ആക്സിസ് ഫുൾ കൺവേർജൻ്റ് ആണ്. ഫുൾ എക്സ് ആക്സിസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. എക്സിൻ്റെ എല്ലാ വിലകളും എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളൊരു സർക്കിൾ ഇൻഫിനിറ്റിയിൽ പരിഗണിച്ചാൽ അതിൻ്റെ റേഡിയസ് എന്ത് വരും? 0 to infinity എന്നല്ലേ വരിക? റേഡിയസ് പകുതിയല്ലേ വരിക? അപ്പോൾ നമുക്ക് എഴുതാം therefore റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. റേഡിയസ് ഓഫ് കൺവേർജൻസ് കാരണം -∞ ടു +∞ വരുന്ന ഒരു സർക്കിൾ നിങ്ങൾ പരിഗണിച്ചാൽ അതിൻ്റെ പകുതിയായിരിക്കും റേഡിയസ്. കാരണം ഇതാണല്ലോ എൻഡ് ഓഫ് ഡയമീറ്റർ. therefore 0 to infinity that is റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ്? ഇവിടെ 0 ഇൻറ്റു വന്നതുകൊണ്ട് എക്സിൻ്റെ ഏത് വിലകൾ കൊടുത്താലും അത് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ എക്സിൻ്റെ വിലകൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. പവർ സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. എക്സിന് ഏത് വില കൊടുത്താലും ഈ പവർ സീരീസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. ശ്രദ്ധിച്ചോളാം. അടുത്തതായി ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസും റേഡിയസ് ഓഫ് കൺവേർജൻസും കാണാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ n = 1 to infinity n factorial x raised to n. സ്വാഭാവികമായിട്ടും നേരത്തെ കൂട്ട് തന്നെ un = n factorial x raised to n and un plus 1 = n plus 1 factorial x raised to n plus 1. Therefore റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n tends to infinity modulus n plus 1 factorial into x raised to n plus 1 un plus 1 by u raised un plus 1 by un plus n plus 1 ടേമും nth ടേമും എഴുതി. therefore n factorial n plus 1 factorial പോകുമ്പോൾ ഇവിടെ ഒരു n plus 1 ഉണ്ടാകും. x raised to n plus 1 പോകുമ്പോൾ x raised to 1 ഉണ്ടാകും. therefore limit n tends to infinity n plus 1 into x എന്നാണ് വരിക. ശരിയാണല്ലോ? ഇത് വലിയ ഫാക്ടോറിയലാണ്. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ n plus 1 അവിടെ കിടക്കും. n ഫാക്ടോറിയൽ വെട്ടിപ്പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഇൻറ്റു എക്സ്. ഫൈനൽ ആൻസർ എന്താണ് കിട്ടുക? ഇൻഫിനിറ്റി. ഫൈനൽ ആൻസർ ഇൻഫിനിറ്റി കിട്ടിയാൽ നമുക്കറിയാം ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത് റേഷ്യോ ടെസ്റ്റിൽ. അങ്ങനെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 1 കിട്ടിയാൽ അതിനർത്ഥം ഈ പവർ സീരീസ് എന്താണ്? ഡൈവേർജൻ്റ് ആണ് അല്ലേ? therefore the power series is
ഡൈവേർജൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് ഏത് വില തന്നെ വന്നാലും, എക്സിന് 5000, 10000, 50000 എന്ത് വന്നാലും ഈ n ഇൻഫിനിറ്റി ആകുന്നത് കൊണ്ട് ടോട്ടലിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി പോവും? ഇൻഫിനിറ്റി ആയി പോവും. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എല്ലാ വിലകൾക്കും ഇത് ഡൈവേർജൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കൺവേർജൻ്റ് ആകുന്നതേ ഇല്ല. അപ്പം കൺവേർജൻ്റ് ആവുന്ന എക്സ് വിലകൾ ഈ സീരീസിന് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഇവിടെ ഇല്ല. ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. ദെയർഫോർ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസും ഇല്ല, റേഡിയസ് ഓഫ് കൺവേർജൻസും ദർ ഇസ് നോ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് നിങ്ങൾക്ക് 0 എന്ന് കൊടുക്കാം. ശ്രദ്ധിക്കുക, എക്സിൻ്റെ ഏത് വില തന്നെയാണെങ്കിലും ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് അത് ഡൈവേർജൻ്റ് ആയത്. ദറ്റ് ഈസ് നോട്ട് കൺവേർജൻ്റ്. ഇത് കൺവേർജ് ചെയ്യുന്നതേ ഇല്ല. എക്സിന് ഏത് വില കൊടുത്താലും ഇതൊരിക്കലും എന്താവില്ല? കൺവേർജൻ്റ് ആവില്ല. അതുകൊണ്ട് എക്സിൻ്റെ ഏതെങ്കിലും വിലകൾക്ക് കൺവേർജൻ്റ് എന്ന് പറയാൻ കഴിയില്ല. ഇൻ്റർവെൽ ഓഫ് എക്സിന് ഒരു വിലകളിലും കൺവേർജൻ്റ് അല്ല. ദെയർഫോർ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഇല്ലെന്ന് എഴുതിയാലും 0 എന്ന് എഴുതിയാലോ മതി. റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. സ്ഥിതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Determine the range of values of x for which the power series p of x equal to 1 plus 2x plus 4x square plus 8x cube plus etc. converges. അപ്പോൾ range of values of x for which converges എന്ന് പറയുന്നത് തന്നെയാണ് interval of convergence. അപ്പോൾ interval of convergence ആണ് ഇവിടെ കാണുന്നത്. radius of convergence ചോദിച്ചിട്ടില്ല, എങ്കിലും നമ്മൾ radius of convergence കൂടി എഴുതണം. അപ്പോൾ ഇവിടെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് നോക്കാൻ നമുക്ക് പി ഓഫ് എക്സ് തന്നിരിക്കുന്നത് അവർ സീരീസ് ആയിട്ട്, പവർ സീരീസ് ആയിട്ട് ഇന്ന് തന്നിരിക്കുകയാണ്. നമ്മൾ അതിനെ സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് UN എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് 2x ആണ്, ഇത് 2x ദ ഹോൾ സ്ക്വയർ ആണ്, ഇത് 2x ദ ഹോൾ ക്യൂബ് ആണ്. എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2x റൈസ് ടു n എന്നാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 2x റൈസ് ടു 0 1, 2x റൈസ് ടു 1 2x, 2x ദ ഹോൾ സ്ക്വയർ 4x സ്ക്വയർ, 2x ദ ഹോൾ ക്യൂബ് 8x ക്യൂബ് എന്ന് പറയുമ്പോൾ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റൈസ് ടു n x റൈസ് ടു n. ഇതാണ് നമ്മളുടെ പവർ സീരീസ്. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റൈസ് ടു n x റൈസ് ടു n. ദെയർഫോർ UN എന്ന് പറയുന്നത് 2 റൈസ് ടു n x റൈസ് ടു n ആൻഡ് UN പ്ലസ് 1 എന്ന് പറയുന്നത് 2 റൈസ് ടു n പ്ലസ് 1 x റൈസ് ടു n പ്ലസ് 1. ദെയർഫോർ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് UN പ്ലസ് 1 ബൈ UN എന്ന് പറയുമ്പോൾ 2 റൈസ് ടു n പ്ലസ് 1 ഇൻറ്റു x റൈസ് ടു n പ്ലസ് 1 ബൈ 2 റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to n into 2 raised to 1 x raised to n into x raised to 1 by 2 raised to n x raised to n. 2 raised to n വെട്ടി പോകുന്നു, x raised to n വെട്ടി പോകുന്നു. ഫൈനൽ ആൻസർ കിട്ടുക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് 2x എന്നാണ് വരിക. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ n ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഇനി ലിമിറ്റ് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ഫൈനൽ ആൻസർ ഈസ് മോഡ് 2x. നമുക്കറിയാം റേഷ്യോ പ്രകാരം ഒരു സീരീസ് കൺവേർജൻ്റ് ആവുന്നത് കിട്ടുന്ന ആൻസർ ലെസ് ദാൻ 1 ആവുന്നതാണ്. ദെയർഫോർ കൺസിഡർ നമുക്ക് കൺവേർജൻ്റ് ആണ്, പവർ സീരീസ് കൺവേർജൻ്റ് ആകുന്ന വില കാണുന്നതിന് ഇത് കൺവേർജൻ്റ് ആകാനുള്ള കണ്ടീഷൻ മോഡ് 2x ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ മോഡ് x ലെസ് ദാൻ ഹാഫ് എന്നാവും. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ലെസ് ദാൻ x ലെസ് ദാൻ ഹാഫ്. ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഇൻ്റർവെൽ. ബട്ട് ഇത് ഫൈനലായ ആൻസർ അല്ല, കാരണം നമ്മൾ ഈ n പോയിന്റുകൾ കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് വന്നിരുന്നത്. ഇനി n പോയിന്റുകൾ ചെക്ക് ചെയ്യാം. അറ്റ് x ഈക്വൽ ടു മൈനസ് ഹാഫ്, എക്സ് മൈനസ് ഹാഫ് ആകുമ്പോൾ ഈ പവർ സീരീസ് പി ഓഫ് മൈനസ് ഹാഫ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റൈസ് ടു n മൈനസ് ഹാഫ് റൈസ് ടു n മൈനസ് ഹാഫ് റൈസ് ടു n. That is equal to sigma n equal to 0 to infinity 2 raised to n minus 1 raised to n by 2 raised to n. പവർ പ്രത്യേകം കൊടുക്കുന്നു. 2 raised to n വെട്ടിപ്പോകും. നിങ്ങൾ 0 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിലാണ് പോവുക. കാരണം ഇവിടെ 0 കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ മൈനസ് 1, 2 പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ നോട്ട് കൺവേർജൻറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് എന്ന് പറയാം. ഇവിടെ നോട്ട് കൺവേർജൻ്റ് ആണ്. കാരണം കാണുമ്പോഴേ അറിയാം -1 +1 എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താവില്ല, കൺവേർജ് ആകുകയില്ല. അപ്പം നോട്ട് കൺവേർജൻറ്റ് അഥവാ ഓസിലേറ്റിംഗ്. ഇനി x ഈക്വൽ ടു ഹാഫിനെയാണ് നോക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് അറ്റ് x ഈക്വൽ ടു ഹാഫ്. x ഈക്വൽ ടു ഹാഫ് വരുമ്പോൾ പി ഓഫ് ഹാഫ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റൈസ് ടു n ഹാഫ് റൈസ് ടു n. That is equal to sigma n equal to 0 to infinity
2 raised to n 1 raised to n by 2 raised to n 2 raised to n 2 raised to n കട്ട് ചെയ്ത് പോകും 1 raised to n എന്ന് പറയുമ്പോൾ 1 plus 1 plus 1 plus etc 1 കൂടി പോകുന്നു therefore it's divergent ഇത് divergent ആണ് അപ്പോൾ മൈനസ് ഹാഫിലും കൺവേർജൻ്റ് ആയിരുന്നില്ല ഹാഫിലും കൺവേർജൻ്റ് അല്ല അപ്പോൾ നമുക്ക് എഴുതാം therefore interval of convergence equal to minus half less than x less than half ഇതാണ് interval of convergence അഥവാ range of values of x for which the power series is convergent is minus half less than x less than half ഇനി radius of convergence കൂടി വേണമെങ്കിൽ എഴുതാം radius of convergence equal to എന്താണ് b minus a by 2 that is equal to b എന്ന് പറയുമ്പോൾ half minus half by 2 equal to half plus half 1 by 2 therefore radius of convergence is half itself half തന്നെയാണ് radius of convergence range of values of x ആണ് ചോദിച്ചിരിക്കുന്നത് അത് minus half less than x less than half എന്നുള്ളതാണ് ഇതാണ് interval of convergence അഥവാ range of values of x for which is convergence ശ്രദ്ധിച്ചോളൂ അടുത്ത വീണ്ടും ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം തൊട്ട് മുമ്പ് ചെയ്തൊരു എക്സാമ്പിൾ ആയിരുന്നു അടുത്ത ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ദ പവർ സീരീസ് പി ഓഫ് ഇസഡ് ഈക്വൽ ടു അപ്പോൾ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ഇസഡ് എന്നാണ് പി ഓഫ് ഇസഡ് ഈക്വൽ ടു 1 മൈനസ് ഇസഡ് ബൈ 2 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 4 മൈനസ് ഇസഡ് ക്യൂബ് ബൈ 8 പ്ലസ് എക്സെട്ര കൺവേർജസ് അപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവും ഇതൊരു മൈനസ് പ്ലസ് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് therefore p of z equal to നിങ്ങൾക്ക് എഴുതാം സിഗ്മ n equal to 0 to infinity സിഗ്മ ആക്കി എഴുതുമ്പോൾ മൈനസ് 1 raised to n കൊടുക്കണം കാരണം ഓൾട്ടർനേറ്റിംഗ് ആണല്ലോ then z by 2 z square by 4 z cube by 8 അപ്പോൾ ഇവിടെ 2 square 2 cube എന്ന് പറഞ്ഞാൽ z raised to n by 2 raised to n എന്നുള്ളതാണ് കാണുമ്പോഴേ മനസ്സിലാവും n ന് 0 കൊടുത്ത് നോക്കണം കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നത് n ന് 0 കൊടുക്കുമ്പോൾ മൈനസ് 1 raised to 0 1 z raised to 0 1 2 raised to 0 1 അപ്പോൾ 1 വരും ഇനി 1 കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരും z by 2 വരും കറക്റ്റാണ് അപ്പോൾ സീരീസ് കറക്റ്റാണ് എഴുതിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഇതിൻ്റെ un un plus 1 എഴുതുന്നു un ഈക്വൽ ടു z raised to n by 2 raised to n un plus 1 equal to minus 1 raised to n plus 1 z raised to n plus 1 by okay ഇനി റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് un plus 1 by എഴുതുമ്പോൾ ഇനി നെഗറ്റീവ് എഴുതണ്ട കാരണം മോഡുലസിനകത്താണ് z raised to n plus 1 by 2 raised to n plus 1 by z raised to n by 2 raised to n that is equal to limit n tends to infinity z raised to n plus 1 into 2 raised to n by 2 raised to n plus 1 into z raised to n reverse multiplication ആണ് ചെയ്തത് limit n tends to infinity z raised to n into z into 2 raised to n by 2 raised to n into 2 into z raised to n പവറുകളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി z raised to n കട്ട് ചെയ്ത് പോകുന്നു 2 raised to n 2 raised to n കട്ട് ചെയ്ത് പോകുന്നു therefore limit n tends to infinity mod z by 2 എന്നാണ് വരിക അപ്പോൾ ഇവിടെ n tends to infinity ബട്ട് ഇതിനകത്തൊന്നും n ഇല്ല അതുകൊണ്ട് ഫൈനൽ ആൻസർ എന്താണ് കിട്ടുക mod z by 2 എന്നാണ് കിട്ടുക ഇനി ഇത് കൺവേർജൻ്റ് ആവണമെങ്കിൽ ഈ വാല്യൂ എന്താവണം ലെസ് ദാൻ 1 ആവണം നോക്കാം നമുക്ക് കൺസിഡർ ചെയ്യാം കൺസിഡർ മോഡ് z by 2 ലെസ് ദാൻ 1 2 അങ്ങോട്ട് പോകുമ്പോൾ മോഡ് z ലെസ് ദാൻ 2 therefore മൈനസ് 2 ലെസ് ദാൻ z ലെസ് ദാൻ 2 ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഇൻ്റർവൽ പക്ഷേ ഫൈനൽ ആൻസർ ആയില്ല കാരണം n പോയിന്റുകൾ ചെക്ക് ചെയ്യണം അപ്പോൾ n പോയിന്റുകൾ നമുക്ക് ചെക്ക് ചെയ്യാം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ഇതാണ് നമുക്ക് കിട്ടിയ ഇൻ്റർവൽ ഇതിൻ്റെ n പോയിന്റുകൾ ചെക്ക് ചെയ്യാണ് അറ്റ് x ഈക്വൽ ടു -2 എക്സ് -2 എക്സ് അല്ല നമ്മൾ ഇസഡ് എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ നേരത്തെ എക്സ് എന്നാണ് എഴുതിയത് ഇസഡ് ആണ് കാരണം ഇസഡ് ആയിരുന്നു നമ്മുടെ വാല്യൂ അപ്പോൾ -2 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 എന്നാണ് അവിടെ അപ്പോൾ പി ഓഫ് അറ്റ് ഇസഡ് ഈക്വൽ ടു -2 പി ഓഫ് -2 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n -2 റേസ് ടു n ബൈ 2 റേസ് ടു അപ്പോൾ -1 റേസ് ടു n ഇൻറ്റു -2 റേസ് ടു n എന്താകും 2 റേസ് ടു n ആകും അപ്പോൾ ദെയർഫോർ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റേസ് ടു n ബൈ 2 റേസ് ടു n ഇത് വെട്ടിപ്പോകുമ്പോൾ 1 എന്ന് വരും സിഗ്മ 1 എന്ന് പറഞ്ഞാൽ അർത്ഥം 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എന്നാണ് 1കളെ കൂട്ടിയെടുക്കണം 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞാൽ 1 കൂടി പോകും ദെയർഫോർ ഇറ്റ്സ് ഡൈവേർജൻറ്റ് -2 ഡൈവേർജൻ്റ് ആണ് അടുത്ത z ഈക്വൽ ടു 2 നോക്കാം പി ഓഫ് 2 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n
2 raised to n by 2 raised to n രണ്ട് വെട്ടി പോകുന്നു. മൈനസ് 1 raised to എന്ന് പറയുമ്പോൾ 1 minus 1 plus 1 minus 1 plus 1 എന്നാണ്. അത് ഓസിലേറ്റിംഗ് ആണ്. therefore അതും എന്ത് തന്നെയാണ്? ഡൈവേർജൻ്റ് തന്നെയാണ്. അപ്പം എൻഡ് പോയിന്റുകൾ രണ്ടും ഡൈവേർജൻ്റ് ആണ്, കൺവേർജൻ്റ് അല്ല. therefore നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് തന്നെ? ഈ കിട്ടിയത് തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു -2 ലെസ് ദാൻ z ലെസ് ദാൻ 2. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു b മൈനസ് a 2 മൈനസ് -2 ഇത് b ഇത് a ബൈ 2 ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. ശ്രദ്ധിച്ചു, ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. നമുക്ക് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് മാത്രം മതി. അത് -2 ലെസ് ദാൻ z ലെസ് ദാൻ 2 ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു ടെക്സ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്, ബട്ട് സോൾവ് ചെയ്തിട്ടില്ല. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് z ഫോർ വിച്ച് ദ പവർ സീരീസ് p ഓഫ് z മൈനസ് 1 ഈക്വൽ ടു p ഓഫ് z മൈനസ് 1 ഈക്വൽ ടു നേരത്തെ ചെയ്ത z പകരം ഇവിടെ z മൈനസ് 1 എന്നുള്ളതുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എഴുതുമ്പോൾ നേരത്തെ കൂട്ട് തന്നെ നമ്മൾക്ക് p ഓഫ് z മൈനസ് 1 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഫുൾ പ്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. therefore ഈക്വൽ ടു z മൈനസ് 1 റേസ് ടു n ബൈ 2 റേസ് ടു n എന്നാണ്. z മൈനസ് 1 റേസ് ടു n ബൈ 2 റേസ് ടു n. therefore നമുക്ക് എഴുതാം un ഈക്വൽ ടു z മൈനസ് 1 റേസ് ടു n ബൈ 2 റേസ് ടു n un പ്ലസ് 1 ഈക്വൽ ടു z മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇസഡിന് പകരം z മൈനസ് 1 വന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി z മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1 ബൈ z മൈനസ് 1 റേസ് ടു n ബൈ 2 റേസ് ടു n. അപ്പോൾ നമ്മൾ റിവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി z മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു n ബൈ z മൈനസ് 1 റേസ് ടു n ഇൻറ്റു 2 റേസ് ടു n പ്ലസ് 1. z മൈനസ് 1 റേസ് ടു n ഇതും പോകുമ്പോൾ ഇവിടെ ഒരു z മൈനസ് 1 കിടക്കും. 2 റേസ് ടു n ഉം 2 റേസ് ടു n പ്ലസ് 1 പോകുമ്പോൾ ഇവിടെ ഒരു 2 റേസ് ടു n നിൽക്കും. സോ ഫൈനൽ ആൻസർ വരിക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് z മൈനസ് 1 ബൈ 2. ഇവിടെ 2 റേസ് ടു n ഇല്ല 2 ആണ് നിൽക്കുക, ബൈ 2 എന്നാണ്. കാരണം 2 റേസ് ടു n ഉം 2 റേസ് ടു n പ്ലസ് 1 ഉം പോകുമ്പോൾ ഒരു 2 നിൽക്കും. therefore മോഡ് z മൈനസ് 1 ബൈ 2. ഇനി n അപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ മോഡ് z മൈനസ് 1 ബൈ 2 എന്നാണ്. ഇനി ഇത് കൺവേർജൻ്റ് ആവുന്നതിന് ലെസ് ദാൻ 1 ആണ് വേണ്ടത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൺസിഡർ മോഡ് z മൈനസ് 1 ബൈ 2 ലെസ് ദാൻ 1 എന്നാണ്. കാരണം കൺവേർജൻ്റ് ആവുന്നതിന് ലെസ് ദാൻ 1 ആവണം. therefore മോഡ് z മൈനസ് 1 ലെസ് ദാൻ 2. 2 അങ്ങോട്ട് പോകുമ്പോൾ 2 ആവും. therefore -2 ലെസ് ദാൻ z മോഡ് z മൈനസ് 1 മോഡില്ല -2 ലെസ് ദാൻ z മൈനസ് 1 ലെസ് ദാൻ 2. കാരണം മോഡ് x ലെസ് ദാൻ a എന്ന് പറഞ്ഞാൽ -a ലെസ് ദാൻ x ലെസ് ദാൻ a എന്നാണ് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് z മൈനസ് 1 ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇടുക. ഇനി നമുക്ക് വേണ്ടുന്നത് റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് z ആണ്, z മൈനസ് 1 അല്ല. അതുകൊണ്ട് നിങ്ങളൊരു -1 കൊണ്ട്, അതായത് ഇവിടെ -1 z കിട്ടണമെങ്കിൽ -1 പോകണമെങ്കിൽ ഒരു 1 കൊണ്ട് ആഡ് ചെയ്യുക. ത്രൂ ഔട്ട് ആഡിങ് 1 അപ്പോൾ എന്താ സംഭവിക്കുക? -2 പ്ലസ് 1 -1 ലെസ് ദാൻ z. കാരണം z മൈനസ് 1 പ്ലസ് 1 വരുമ്പോൾ z ലെസ് ദാൻ 3 എന്നാവും. ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഇൻ്റർവൽ. -1 ലെസ് ദാൻ z ലെസ് ദാൻ 3 -1 ലെസ് ദാൻ z ലെസ് ദാൻ 3 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ n പോയിന്റുകൾ കൂടി ചെക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഫൈനൽ റേഞ്ച് എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് n പോയിന്റ് ആയ അറ്റ് z ഈക്വൽ ടു -1. ആദ്യം -1. അപ്പോൾ z മൈനസ് 1നെ z മാറ്റി. എങ്ങനെ? ഈ -1 ആയതുകൊണ്ട് +1 കൊണ്ട് ആഡ് ചെയ്തു. ഇനി അറ്റ് z ഈക്വൽ ടു -1ൽ p ഓഫ് z-ന് -1 കൊടുക്കുമ്പോൾ p ഓഫ് -2 ഈക്വൽ ടു -1 ഈസ് -2 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 എന്ന് പറയുമ്പോൾ -2 റേസ് ടു n ബൈ 2 റേസ് ടു n. വെട്ടി പോകുമ്പോൾ സിഗ്മ -1 റേസ് ടു n എന്നാണ് വരിക. ദാറ്റ് ഈസ് 1 -1 പ്ലസ് 1 -1 ദാറ്റ് ഈസ് ഡൈവേർജൻറ്റ്. നമ്മൾ സ്ഥിരം ചെയ്തതാണ്. ഡൈവേർജൻ്റ് ആണ് വരിക. 2 ഉം 2 ഉം പോകുമ്പോൾ മൈനസ് അവിടെ കിടക്കും. ഇനി അറ്റ് z ഈക്വൽ ടു 1ൽ ചെയ്യുമ്പോൾ 1 അല്ലല്ലോ, അടുത്തത് 3. അറ്റ് z ഈക്വൽ ടു 3ൽ ചെയ്യുമ്പോൾ p ഓഫ് 3 -1 എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. z-ന് 3 കൊടുക്കുമ്പോൾ 3 -1 2 റേസ് ടു n ബൈ 2 റേസ് ടു n വെട്ടി പോകുന്നു. 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 + 1 എക്സെട്ര
ഇറ്റ്സ് ഓൾസോ ഡൈവേർജൻറ്റ്. 1 ആഡ് ചെയ്ത് പോവുകയാണ്. ദെയർഫോർ n പോയിന്റുകളിലൊന്നും കൺവേർജൻ്റ് അല്ല, n പോയിന്റുകളിൽ രണ്ടും കൺവേർജൻ്റ് അല്ല. അതുകൊണ്ട് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ത് തന്നെ? -1 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 3 തന്നെയാണ് റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ഇസഡ് അഥവാ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. ശ്രദ്ധിക്കുക. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ b-a/2. ദെയർഫോർ 3 - -1/2 എന്ന് പറയുമ്പോൾ 4/2 = 2 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ b - a/2 ആണ്. b എന്ന് പറഞ്ഞാൽ 3, a എന്ന് പറഞ്ഞാൽ -1. ദെയർഫോർ b - a/2 2 എന്ന് കിട്ടും.